വാർത്തയിലേക്ക്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നേതൃത്വത്തിന്റെ നീക്കങ്ങളിൽ അതൃപ്തി. ജില്ലയ്ക്ക് പുറത്തുനിന്നും സ്ഥാനാർത്ഥി വേണ്ട എന്നാണ് DCC യോഗത്തിൽ പ്രമേയം. DCC ജനറൽ സെക്രട്ടറി P. നന്ദബാലനാണ് പ്രമേയം അവതരിപ്പിച്ചത്. ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പ്രമേയത്തെ പിന്തുണച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും അതിന്റെ അവലോകനങ്ങളുമൊക്കെ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ മുന്നണികളിൽ സജീവമാകുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും ശ്രദ്ധ പതിയാൻ പോകുന്ന മണ്ഡലമാണ് പാലക്കാട്. ശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയാകാൻ പലരും തയ്യാറായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരാണ്. ഷാഫി പറമ്പിൽ പാലക്കാട് വിടുമ്പോൾ മുന്നോട്ട് വെച്ച ഉപാധികളിലൊന്ന് താൻ നിർദ്ദേശിക്കുന്നയാളെ പാലക്കാട് മത്സരിപ്പിക്കണമെന്നായിരുന്നു. നേതാക്കൾ അത് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഷാഫി വടകരയിൽ വിജയിച്ചപ്പോൾ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മത്സരിക്കട്ടെ എന്ന ആഗ്രഹമാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിനെതിരെ പ്രാദേശികമായ എതിർപ്പുകൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന DCC യോഗത്തിൽ ഷാഫിക്കും രാഹുലിനുമെതിരെ പരോക്ഷ വിമർശനമുണ്ടായി. നൂലിൽ കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികൾ വേണ്ട, ജില്ലയിലെ തന്നെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് യോഗത്തിലുയർന്ന ആവശ്യം. DCC ജനറൽ സെക്രട്ടറി P. നന്ദബാലനാണ് ഈ ആവശ്യം പ്രമേയത്തിൽ ഉന്നയിച്ചത്. DCC പ്രസിഡന്റ് തങ്കപ്പൻ, CP മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ ഇതിനെ അനുകൂലിച്ചുവെന്നാണ് വിവരം. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം KPCCയെ സമീപിച്ചിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.